ടി വി പ്രസാദ്, മുൻകൂർ ജാമ്യാപേക്ഷന്മേലുള്ള തീരുമാനമാണ് നമ്മൾ കാക്കുന്നത്. പക്ഷേ ആ പെൺകുട്ടിയുടെ മൊഴി അത് ഞെട്ടിക്കുന്നതല്ലേ? ഉറപ്പായും, അതായത് സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയണമെങ്കിൽ രണ്ടാമത്തെ കേസിൽ മൊഴി അത്യാവശ്യമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്. മാത്രമല്ല, രണ്ടാമത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിലും അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന പരിമിതി എന്നുള്ളത് രണ്ടാമത്തെ പെൺകുട്ടിയുടെ മൊഴി കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഒരു ബുദ്ധിമുട്ട് ആ പെൺകുട്ടിയുടെ പേരും ആദ്യത്തെ പെൺകുട്ടിയുടേതുപോലെ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയും സഹിതം വരുമോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പരാതി കൊടുക്കാൻ താനില്ല, മൊഴി കൊടുക്കാൻ താനില്ല എന്ന നിലപാടിൽ ആദ്യം മുതൽ തന്നെ ആ പെൺകുട്ടി ഉറച്ചു നിൽക്കുകയും ചെയ്ത്. പിന്നീടാണ് ഇതൊരു സ്ഥിരം കുറ്റവാളിയാണ്, അതുകൊണ്ട് തന്നെ ഈ മൊഴിയില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള പലതരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് പെൺകുട്ടി ഒടുവിൽ മൊഴി നൽകാൻ തയ്യാറായത്. അത് തുറന്നു പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ കേസിൽ നിന്ന് എത്രയേറെ ഗൗരവമുള്ള ഒരു കേസായി രണ്ടാമത്തെ കേസ് മാറുന്നു എന്നുള്ളതാണ് സുജയ. അതിഭീകരമായ കാര്യങ്ങളാണ് അതിൽ നടന്നിരുന്നത് എന്നുള്ളത് ആ പരാതിയിൽ തന്നെ വ്യക്തമാവുകയുമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് DGPക്ക് കൈമാറിയതാണ് ഈ പരാതി എന്നുള്ളതാണ്. അതാണ് അതിലെ മറ്റൊരു ഗൗരവം കൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് ഒരു പരാതിയെക്കുറിച്ചായിരുന്നു, ഒരു പെൺകുട്ടി കൊടുത്ത മൊഴിയെക്കുറിച്ചായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ പരാതി, രണ്ടാമത്തെ പെൺകുട്ടി മൊഴി കൊടുക്കാൻ വേണ്ടി തയ്യാറായി വരുന്നു, മൊഴി കൊടുക്കുന്നു, അത് കോടതിയുടെ പരിഗണനയിലേക്ക് ഉൾപ്പെടെ വരുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത്. ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിന് തെളിവ് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രണ്ടാമത്തെ കേസ് അതീവ ഗൗരവമുള്ള കേസ്. സുജയ്ക്ക് ഓർമ്മയുണ്ടാവും, തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ പരാതിയെക്കാളും ഒരുപാട് ഗൗരവമുള്ള പരാതിയാണ് രണ്ടാമത്തേതെന്ന്. അതിൽ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തു കടക്കാൻ കഴിയില്ല, നിലവിലുള്ള ഒളിവിൽ തന്നെ തുടരേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിന് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു കേസായി ഇത് മാറി എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. കാരണം ഈ രണ്ടാമത്തെ പരാതി കിട്ടി, അതിന് പിന്നാലെ നേരത്തെ മുൻകൂർ ജാമ്യം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അന്ന് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും താൽക്കാലികമായിട്ടെങ്കിലും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന് തെളിയുന്ന രീതിയിലേക്കുള്ള രണ്ടാമത്തെ പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ വിശദാംശങ്ങളാണ് അല്പസമയം മുമ്പ് ഹരി വിശദീകരിക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ കോടതിക്ക് മുന്നിൽ അടച്ചിട്ട കോടതിയിൽ നടക്കുന്ന വാദങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ, അത് വരുമ്പോൾ ഇതിൻ്റെ ഗൗരവം കുറെ കൂടി പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഏറെ പ്രധാനപ്പെട്ട കേസായി രണ്ടാമത്തെ കേസ് മാറുന്നു. രണ്ടാമത്തെ അതിജീവിത മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, മേൽക്കോടതിയിൽ നിന്നും ഇപ്പോൾ അറസ്റ്റ് വേണ്ട എന്നുള്ളൊരു അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുമ്പോഴാണ് സെഷൻസ് കോടതിയിൽ നിന്നുള്ള ഈ കേസ് പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം പ്രതീക്ഷിക്കപ്പെടുന്നപ്പോൾ ഇനിയിപ്പോൾ അറസ്റ്റ് തടഞ്ഞിട്ടുമില്ല സെഷൻസ് കോടതി. ഈ കേസിൽ ഇത്രയും വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങുമോ SIT? എന്താണ് മനസ്സിലാക്കാനാവുന്നത്? അതാണ് ഇനിയിപ്പോൾ ഒരു നിർണായകമായ ഒരു കാര്യം. രണ്ടാമത്തെ കേസ് ഇത്രയും ഗൗരവമുള്ളതാണ് എന്ന മൊഴി കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാതിരിക്കാൻ കഴിയില്ല. കാരണം നിലവിൽ ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് തടഞ്ഞില്ല എന്നുള്ളത് ഗൗരവമാണ്. ആദ്യത്തെ കേസിലാണ് ഹൈക്കോടതി ഉത്തരവുള്ളത്, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവുള്ളത്. അവിടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കേസിന് ഈ ആദ്യത്തെ കേസുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഏത് നിമിഷവും പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കുന്നത്, ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്, എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ഒന്ന് പിന്നോട്ട് പോയിരുന്നു. കാരണം രണ്ടാമത്തെ അതിജീവിതയുടെ മൊഴി ഉണ്ടായിരുന്നില്ല. മൊഴിയില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ കോടതിയുടെ മുന്നിൽ കേസ് ദുർബലമാകും എന്നുള്ളത് കൊണ്ട് അറസ്റ്റിലേക്ക് പോകേണ്ടതില്ലെന്നും മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ നിരീക്ഷിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം പോയിരുന്നതെങ്കിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്ന അതിൻ്റെ നമ്മുടെ ചുമതലക്കാരനായ ഹരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഇനി എന്തായിരിക്കും യഥാർത്ഥത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചെയ്യാൻ കഴിയുക ഈ കേസിൽ?
പ്രസാദ്, ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള മേൽക്കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ രണ്ടാമത്തെ കേസിൽ, അതായത് രണ്ടാം ബലാത്സംഗ കേസിൽ അറസ്റ്റ് തൽക്കാലം വേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. കാരണം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ആ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു, കോടതിയിൽ ആ മൊഴി സമർപ്പിച്ചിരിക്കുന്നു. സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് ഇനി തടസ്സമില്ല. മാത്രമല്ല, ബലാത്സംഗ കുറ്റമല്ലാതെ മറ്റു വകുപ്പുകൾ ചുമത്താനും രാഹുലിന്റെ അനുയായിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഫെനി നൈനാനെ പ്രതി ചേർക്കുന്നതിനും ഇനിയിപ്പോൾ തടസ്സമില്ല എന്നുള്ളതാണ്. അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും സാങ്കേതികമായും ഇനിയിപ്പോൾ അറസ്റ്റിന് തടസ്സമില്ല, അത് കോടതിയിൽ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിന് ഈ കോടതിയിൽ നിന്ന്, സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അറസ്റ്റിനുള്ള നീക്കത്തിലേക്ക് കടക്കും. മാത്രമല്ല, രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന SITയുടെ സംഘം കൂടി ഇപ്പോൾ രാഹുൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന കർണാടകത്തിലേക്ക് പുറപ്പെടുമെന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഒരുപക്ഷെ അറസ്റ്റിന്റെ കാര്യത്തിലായിരിക്കും ഇന്നിപ്പോൾ തീരുമാനമാവുക. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ.